11-ാം തീയതി രാത്രിയാണ് ഈ ഒരു പ്രശ്നം ഉണ്ടാകുന്നത്. ഏകദേശം 1 മണിയോടെയാണ് ഈ ഒരു പ്രശ്നം ഉണ്ടാകുന്നത്. ശ്രീധരൻ പോരായിരുന്നു എന്നുള്ളൊരു പേരും പറഞ്ഞിട്ടാണ് തർക്കം. ആളിതിൽ കൂടുതൽ ഡിസർവ് ചെയ്തിരുന്നു, ഒരു കാറ് ഡിസർവ് ചെയ്തിരുന്നു എന്നുള്ള പേരും പറഞ്ഞിട്ടാണ് തർക്കം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം അന്നേ ദിവസം തന്നെ രാവിലെ രാഹുലിൻ്റെ അമ്മയായിട്ട് ചെറിയൊരു കോൺവെർസേഷൻ ഉണ്ടായിരുന്നു. ഒരു ഡോറ് ലോക്ക് ചെയ്തിട്ടാണ് സംസാരിച്ചത്. അപ്പോൾ എനിക്ക് കേൾക്കാൻ പാടില്ല എന്താ സംസാരിച്ചെന്നുള്ളത്. സംസാരം കഴിഞ്ഞിട്ട് ഞാൻ രാഹുലിനോട് ചോദിച്ചു, എന്താണ് അമ്മ പറഞ്ഞത്? അപ്പം നീ അറിയണ്ട എന്നാണ് പറഞ്ഞത്. ഇതെന്തോ മോനെ, എന്തോ മകൻ്റെ മനസ്സിലേക്ക് അമ്മ എന്തോ എടുത്തിട്ട് കൊടുത്തിട്ടുണ്ട്, അല്ലാണ്ട് രാഹുൽ അങ്ങനെ ബിഹേവ് ചെയ്യില്ല. അപ്പോൾ എന്തോ കാര്യമായിട്ട് അമ്മ പറഞ്ഞു കൊടുത്തതിൻ്റെ ആ ഒരു ചുരുക്കിൽ വന്നിട്ട് ഈ സ്ത്രീധനം, അപ്പം സ്ത്രീധനം തന്നെയാണ് സ്ത്രീധനം. കാരണം ഇതിന് മുന്നേയും അമ്മ ഞാൻ കിച്ചണിൽ കയറുന്ന സമയത്ത് അമ്മ പറയുമായിരുന്നു, സ്ത്രീധനം ഞങ്ങൾ ഇതല്ല പ്രതീക്ഷിച്ചത്, ഇതിൽ കൂടുതൽ തരുന്നുള്ള രീതിയിലുള്ള ഡിസ്കഷനും കാര്യങ്ങളൊക്കെ അമ്മ അനിയത്തിയുടെ സൈഡിൽ നിന്നുണ്ടായിരുന്നു. എൻ്റെ ഫാമിലി ഇതൊക്കെ അവിടെ വന്ന് ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് നേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പിന്നെ നേരെ പോലീസ് സ്റ്റേഷനിൽ നമ്മൾ കംപ്ലയിൻറ്റ്സ് കൊടുക്കുകയായിരുന്നു ചെയ്തിരുന്നത്. അപ്പോൾ അവിടെ നമ്മൾ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്തുന്നതിന് മുന്നേ തന്നെ രാഹുലിൻ്റെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ എല്ലാവരും അവിടെ എത്തിയിരുന്നു. പോലീസ് രാഹുലിൻ്റെ തോളത്ത് കൈയിട്ട് നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയത് രാഹുലിന് അനുകൂലമായിട്ടാണ് കാര്യങ്ങളെല്ലാം നീങ്ങുന്നത് എന്നുള്ള രീതിയിലാണ്. മാത്രമല്ല ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം മെയിനായിട്ട് എൻ്റെ കഴുത്തിൽ ചാർജറിൻ്റെ കേബിൾ വെച്ച് മുറുക്കി എന്നെ കൊല്ലാൻ ശ്രമിച്ചത് അത് ഹൈലൈറ്റ് ചെയ്ത് ഞാൻ ആ പോയിന്റ് അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ലേറ്റസ്റ്റ് ആയിട്ട് എനിക്ക് കിട്ടിയ ന്യൂസ് ആ പരാതികളെല്ലാം അതിൽ നിന്നും അവർ സ്കിപ്പ് ചെയ്തു എന്നുള്ളതാണ്. ഞാൻ പറഞ്ഞ രീതിയിലല്ല, കുറേ കാര്യങ്ങൾ അതിൽ നിന്ന് സ്കിപ്പ് ചെയ്തു എന്നുള്ള രീതിയിലാണ് എനിക്ക് കിട്ടിയത്. ഞാൻ CAയോട് എൻ്റെ അച്ഛൻ സംസാരിച്ചപ്പോൾ പറഞ്ഞത്, ഇതൊക്കെ സർവ്വസാധാരണ നടക്കുന്ന കാര്യങ്ങളല്ലേ, ഭാര്യ ഭർത്താവും തമ്മിൽ സർവ്വസാധാരണ നടക്കുന്ന കാര്യങ്ങളെ, അതൊക്കെ കോംപ്രമൈസ് ചെയ്ത് നമുക്ക് വിട്ടേക്കാം എന്നുള്ള രീതിയിലാണ്. അപ്പോൾ ഇത് പരാതി എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ പരാതി ഉണ്ട്. നമ്മൾ പറഞ്ഞു പരാതി ഉണ്ട്, ഇത് കേസായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് താല്പര്യം എന്ന് പറഞ്ഞപ്പോൾ CA പറഞ്ഞത്, ഇതിന് എന്താണ് കേസുള്ളത്, നിങ്ങൾക്കറിയാവുന്ന ഏത് കേസാണ് ഇതിലുള്ളത്, ആ കേസ് എന്താണെന്ന് വെച്ചാൽ എടുക്കാം എന്നുള്ളത്. അപ്പം നമ്മളെ പരിഹസിക്കുന്ന രീതിയിലാണ്, എന്തെങ്കിലും കേസ് ഉണ്ടോ ഇതിന്, അങ്ങനെ ആ കേസ് എടുക്കാമല്ലോ എന്നുള്ള പരിഹസിക്കുന്ന രീതിയിലുള്ള ഒരു സമീപനമാണ് CAയുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഞാൻ രക്ഷപ്പെടാൻ പല ഭാഗത്തു നിന്ന് ശ്രമിച്ചെങ്കിലും എനിക്ക് പറ്റിയില്ല. കോണ്ടാക്ട് ചെയ്യാനായിരുന്നെങ്കിൽ ഫോൺ രാഹുലിൻ്റെ കസ്റ്റഡിയിലായിരുന്നു. എനിക്ക് ഒരു രീതിയിലും ആരെയും കോണ്ടാക്ട് ചെയ്യാൻ പറ്റിയില്ല. ഇന്നലെ മോൾ എന്നോട് പറഞ്ഞു വെച്ചാൽ അവൾ ഒന്നാമത്തെ കാര്യം അവൾക്ക് കറക്റ്റ് ഒരു ഇതിലോട്ട് വന്നിട്ടില്ല. അപ്പം ഇന്നലെ എന്നോട് പറഞ്ഞു, അമ്മ ആരും അറിയാത്തൊരു കാര്യം ഞാൻ അമ്മനോട് പറയട്ടെ. അപ്പം എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, രാഹുലേട്ടൻ്റെ അമ്മയും കൂടി നിർബന്ധിപ്പിച്ച് ബിയർ കുടിപ്പിച്ചു. എന്നിട്ട് രാജേഷിനെ കൊണ്ട് ഫോട്ടോ എടുപ്പിച്ചു. എന്നിട്ട് അമ്മ വീണ്ടും പറഞ്ഞ് ഒഴിച്ചു കൊടുക്കുന്നു. പക്ഷെ എന്തുകൊണ്ടോ അവനത് ഒഴിച്ചു കൊടുത്തില്ല. വേറൊരു ദിവസം സിഗരറ്റ് വലിപ്പിച്ചിട്ട് അതും ഫോട്ടോ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം അത് ഇന്നേ വരെ ഞങ്ങൾ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടില്ല. ഞാൻ പലരോട് ചോദിച്ചു, ഇത് പറയട്ടെ ഞാൻ എന്ന് പറഞ്ഞു. അപ്പം ഇപ്പം ഞാനിത് പറയുന്നത് എന്താണെന്ന്, നാളെ ചിലപ്പോൾ വരാൻ പോണത് മോള് മയക്കുമരുന്നും ബിയറൊക്കെ കഴിച്ചതിൻ്റെ പേരിലാണ് ഇടിച്ചതെന്ന് പറയുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഇങ്ങനെയും കൂടി അവർ ചെയ്യിച്ചിട്ടുണ്ട്. അപ്പം എന്ന് വെച്ചാൽ ഈശ്വരൻ്റെ ഭാഗ്യം, നാളെ 1 മാസം എൻ്റെ മകൾ അവിടെ നിൽക്കുകയായിരുന്നെങ്കിൽ ചിലപ്പോൾ ഒരു മയക്കുമരുന്നിന് അഡിക്റ്റായിട്ട് അവളുടെ ജീവിതം പോകുമായിരുന്നു. നമസ്കാരം, സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. കോഴിക്കോട് പന്തീരാങ്കാവിലെ ഗാർഹിക പീഡന കേസിൽ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. നവവധുവിനെ പീഡിപ്പിച്ച കേസിലെ പ്രതി രാഹുൽ വിവാഹ തട്ടിപ്പ് വീരനെന്ന് തെളിയിക്കുന്നതാണ് പുറത്തുവരുന്ന പല വിവരങ്ങളും. കോട്ടയത്ത് പെൺകുട്ടിയുമായി വിവാഹ രജിസ്ട്രേഷൻ നടത്തിയത് ജർമ്മനിലേക്ക് കൊണ്ടുപോകാമെന്ന് പറഞ്ഞാണ്. വിവാഹത്തിന് മുൻപ് പണം ആവശ്യപ്പെട്ട് രാഹുൽ പലതവണ ഭീഷണിപ്പെടുത്തി. കുടുംബാംഗങ്ങൾ ഉൾപ്പെടെ പണത്തിനായി സമ്മർദ്ദം ചെലുത്തിയതോടെ വിവാഹ ചടങ്ങിൽ നിന്നും ആ കുടുംബം പിന്മാറുകയായിരുന്നു. ഈ വിവരം മറച്ചുവെച്ചാണ് പറവൂരിലെ പെൺകുട്ടിയെ വിവാഹം കഴിച്ചത്. രാഹുൽ പെൺകുട്ടിയെ കൊണ്ട് നിർബന്ധിച്ച് മദ്യം കഴിപ്പിക്കുകയും സിഗരറ്റ് വലിപ്പിക്കുകയും ചെയ്തുവെന്ന് യുവതിയുടെ അമ്മ പറയുന്നു. അമ്മയും സഹോദരിയും ഇതിന്റെ ഫോട്ടോ എടുത്തുവെന്നും പെൺകുട്ടിയുടെ അമ്മ ന്യൂസ് 18നോട് വെളിപ്പെടുത്തി. പുതിയ അന്വേഷണ സംഘത്തെ കേസേൽപ്പിച്ചതിൽ സന്തോഷമുണ്ടെന്നും നീതി ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്നും പെൺകുട്ടിയുടെ അച്ഛനും പ്രതികരിച്ചു. ഇവന് ഇതിക്ക് മുമ്പും പല പെൺകുട്ടികളെയും ഇതേപോലെ വഞ്ചിച്ചിട്ടുണ്ട് എന്നാണ് പിന്നീട് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. കാരണം ഈ 12-ാം തീയതി ഇവൻ്റെ നാട്ടിൽ ചെന്നപ്പോൾ അടുക്കടാളം ചടങ്ങുമായിട്ട് ഞങ്ങൾ ചെല്ലുന്നത്, അതിപ്പോൾ അവിടുത്തെ റെസിഡൻസ് അസോസിയേഷൻ്റെ ഭാരവാഹികളാക്കിയിട്ട് ഞങ്ങൾ സംസാരിച്ചു. അപ്പോൾ ഇവന് ഒരു ഫ്രോഡാണെന്നും
പിന്നെ ഈ ലഹരി സാധനങ്ങൾ ഉപയോഗിക്കുന്ന കക്ഷിയാണെന്നും അതിൻ്റെ ബിസിനസ് തന്നെ ഉണ്ടോ എന്നൊക്കെ അവർ സംശയിക്കുന്നതായിട്ട് എന്നോട് പറഞ്ഞു. അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും ഒരുപാട് സുഹൃത്തുക്കളുണ്ടാവും. ഇപ്പോൾ ഇവള് തിരുവനന്തപുരത്തെ ടാറ്റ ലെക്സി എന്ന് പറയുന്ന കമ്പനിയിൽ സീനിയർ എഞ്ചിനീയറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവിടെ 10,000-3000 ആളുകളുണ്ട്. ഇവരൊക്കെ ആയിട്ട് നല്ല പരിചയമുണ്ട്. പിന്നെ ഇതിക്ക് മുമ്പ് കല്യാണക്കാര്യങ്ങൾ ആലോചിച്ച് ഒരുപാട് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഈ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഈ രാത്രിയിൽ ഏതോ ഒരാൾ ഈ വിവാഹ മംഗളാശംസകൾ നേർന്നുകൊണ്ട് ഈ ഇതിൽ വന്നു. അത് ഇവനോടൊക്കെ പറയുകയൊക്കെ ചെയ്തു. അപ്പോൾ അവൻ എന്നുവെച്ചാൽ മദ്യലഹരിയിലാണല്ലോ. അപ്പോൾ ഈ ഇത്തരം ആളുകളായിട്ട് ഇവൾക്ക് ഇപ്പോഴും കണക്ഷൻ ഉള്ളൂ എന്നുള്ള രീതിയിലാണ് പിന്നീട് അവനെടുക്കുന്നത്. അവനൊരു സംശയരോഗിയായിട്ടാണ്. ആ സംശയരോഗിക്ക് ഈ മദ്യലഹരിയിൽ പിന്നെ എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ ഒരു പിടിപാടില്ലാത്ത രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നു ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി. ഇതോടൊപ്പം കോഴിക്കോട് നിന്ന് MS അനീഷ് കുമാറുമുണ്ട്. ആദ്യം ആജ്ഞയിലേക്കാണ്. ആജ്ഞ, ഇന്നലെ വരെയും കുടുംബം ഈ പന്തീരാങ്കാവിലെ പോലീസിനെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണം ഉന്നയിച്ചിരുന്നു. പോലീസ് പ്രതിയെ സംരക്ഷിക്കാൻ ശ്രമിച്ചു, ഒരു നിസാര വകുപ്പുകൾ മാത്രമാണ് ചുമത്തിയതെന്നൊക്കെ ഗുരുതരമായിട്ടുള്ള ആരോപണമായിരുന്നു. പക്ഷെ ഇന്നലെ രാത്രി തന്നെ പോലീസ് ഈ പ്രതി രാഹുലിനെതിരെ വധശ്രമത്തിന് കേസെടുത്തിട്ടുണ്ട്. പക്ഷേ രാഹുലുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പുറത്തു വരികയാണ്. ഇയാളൊരു വിവാഹ തട്ടിപ്പിന് വീരനാണ്. ഇതിനു മുൻപ് പലതവണ വിവാഹം കഴിച്ചിട്ടുണ്ട്. കോട്ടയത്തെ ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചു, രജിസ്റ്റർ ചെയ്തു. അതിനുശേഷം ആ കുടുംബ വിവാഹത്തിൽ നിന്നും പിന്മാറി തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നിലവിൽ ഈ കേസന്വേഷണം പുതിയൊരു സംഘത്തെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നീതി കിട്ടുമെന്ന പ്രതീക്ഷ അവർ പങ്കുവെക്കുന്നുണ്ട്. എന്താണ് നിലവിൽ ഈ രാഹുലുമായി ബന്ധപ്പെട്ട് അന്ന് ഈ വിവാഹത്തിന് ശേഷം നടന്ന സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് കുടുംബം ഇപ്പോൾ വെളിപ്പെടുത്തുന്ന പുതിയ കാര്യങ്ങൾ എന്തൊക്കെയാണ് ആജ്ഞ? നേരത്തെ അമ്മ സൂചിപ്പിച്ച കാര്യമാണ് ഏറ്റവും പുതിയ വിവരം. അതായത് പെൺകുട്ടിയെ കൂടി മദ്യത്തിന് അടിമയാക്കാനുള്ള അല്ലെ മദ്യം കുടിപ്പിക്കാനുള്ള ഒരു ശ്രമം രാഹുലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. അതിന്റെ ഫോട്ടോ പെങ്ങളും അമ്മയെ എടുത്തു സൂക്ഷിച്ചു. അങ്ങനെ സാഹചര്യം കൂടിയാണ്. അങ്ങനെ ഒരു സാഹചര്യം ഇതുവരെ പെൺകുട്ടി ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും പെൺകുട്ടി ആരോടും പറഞ്ഞിരുന്നില്ല. പക്ഷേ ഇങ്ങനെ അമ്മ ഇന്ന് നമ്മളോട് തന്നെ അവരുടെ മൊറാലിറ്റിയെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുമ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യം കൂടി, അല്ലെങ്കിൽ ഒരു പക്ഷേ ഇവരും മകൾക്കും അറിയാമായിരുന്നു, അല്ലെ മകള് കൂടി ഇതിനൊപ്പം ചേർന്ന് കഴിച്ചിട്ടുണ്ട് എന്ന തരത്തിലുള്ള സ്റ്റേറ്റ്മെന്റുകൾ വരികയും അതിനോട് ഇവരിങ്ങനെയാണ് പ്രതികരിക്കുന്നത്, അല്ലെങ്കിൽ ഇത്തരത്തിൽ ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് അവർ അത്തരത്തിലൊരു നീക്കം ഉണ്ടാക്കിയത് എന്നൊരു ആരോപണമാണ് പെൺകുട്ടിയുടെ അമ്മ നമ്മളോട് പറഞ്ഞത്. അതേസമയം ഈ സിംഗപ്പൂർ വഴി, അതായത് ബാംഗ്ലൂർ വഴി സിംഗപ്പൂരിലേക്ക് രാഹുൽ കടന്നു കളഞ്ഞു. ആ കടന്നു കളയാനുള്ള സാഹചര്യം ഒരുക്കിയത് പോലീസാണ്, പോലീസിന്റെ മെല്ലെപ്പോക്ക് നയമാണ് എന്നൊരു ആരോപണവും കുടുംബത്തിന്റെ ഭാഗത്തുനിന്നും ശക്തമാണ്. എന്നിരുന്നാലും ഇപ്പൊ ACPയുടെ ചുമതലയിലാണ് പുതിയ അന്വേഷണ സംഘത്തെ രൂപീകരിക്കുന്നത്. അതിലവർക്ക് തൃപ്തിയുണ്ട്. പക്ഷേ രാഹുലിനെ ഇങ്ങനെ ഒളിവിൽ പോകാതെ അല്ലെങ്കിൽ ഈ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാതെ തന്നെ കസ്റ്റഡിയിൽ എടുക്കാവുന്ന ഒരു സാഹചര്യം പന്തീരാങ്കാവ് പോലീസിന്റെ മുന്നിൽ ഉണ്ടായിരുന്നു. അത് അവർ പാലിച്ചില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ബാംഗ്ലൂർ വഴി സിംഗപ്പൂരിലേക്ക് പോയിരിക്കുന്ന ഒരു സാഹചര്യം. അങ്ങനത്തെയുള്ള വാർത്തകൾ കേൾക്കുന്നു. അങ്ങനെയാണ് അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതെന്ന് ഈ അമ്മ തന്നെ നമ്മളോട് പറയുന്നുണ്ട്. ആ ഒരു സാഹചര്യം കൂടി ഉണ്ടാക്കിയെടുത്തത് പോലീസിന്റെ മെല്ലെപ്പോക്ക് നയമാണ് എന്നൊരു ആരോപണമാണ് കുടുംബം ഉന്നയിക്കുന്നത്. എന്നിരുന്നാലും വനിതാ കമ്മീഷൻ, നമ്മൾ ഇന്നലെ വൈകുന്നേരം വനിതാ കമ്മീഷനുമായി ബന്ധപ്പെടുന്നു. വനിതാ കമ്മീഷൻ അപ്പോഴാണ് ഈ കേസിൽ ഉടൻ തന്നെ നീക്കുപോക്ക് ഉണ്ടാക്കാമെന്ന് നമ്മൾക്ക് ഉറപ്പു തരുന്നു. ഉടൻ തന്നെ അത്തരം കാര്യങ്ങളിൽ വനിതാ കമ്മീഷൻ അവിടെ വീട്ടിലേക്ക് വിളിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട നീക്കുപോക്കുകൾ ഉണ്ടാകുന്നു. പക്ഷെ വനിതാ കമ്മീഷൻ പോലും പോലീസിന്റെ ഭാഗത്തെ ഈ വിവിധ മാധ്യമങ്ങളിൽ വാർത്ത വന്നതിന്റെ അടിസ്ഥാനത്തിൽ വനിതാ കമ്മീഷനും പോലീസും ഒക്കെ ഒന്ന് ഉണർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ ആജ്ഞ, ഇവർ ഈ കുടുംബം തന്നെ ഉന്നയിക്കുന്ന പോലെ ഈ പോലീസിന്റെ ഒരു മെല്ലെപ്പോക്ക് അത് പ്രതിക്ക് രക്ഷപ്പെടാനുള്ള ഒരു സാഹചര്യം ഒരുക്കുകയായിരുന്നല്ലോ. ആദ്യ ദിവസങ്ങളിൽ തന്നെ കുടുംബം ഉന്നയിച്ച കാര്യം, ഇവർ പരാതിയുമായി പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ രാഹുലിന്റെ തോളത്ത് കൈയിട്ട് നിൽക്കുന്ന പോലീസുകാരെയാണ് കാണാൻ കഴിഞ്ഞത്. പ്രതിക്കെതിരെ നിസ്സാര വകുപ്പുകൾ മാത്രമാണ് ചുമത്തിയതെന്ന്. നിലവിൽ രാഹുൽ എവിടെയാണെന്ന് സംബന്ധിച്ച് കൃത്യമായ വിവരം പോലീസിന് പോലുമില്ല. ഒരു മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കുകയാണെന്ന വിവരമുണ്ട്.
നിലവിൽ പോലീസിന്റെ അന്വേഷണത്തിൽ എന്താണ് മനസ്സിലാക്കാൻ കഴിയുന്നത്? ഇയാൾ രാജ്യം വിട്ടു എന്നൊരു സൂചനകളാണോ പോലീസിനുമുള്ളത്? പോലീസ് അത്തരത്തിലൊരു സൂചന നൽകിയിട്ടില്ല. കാരണം അത് പോലീസിന്റെ ഒരു പിടിപ്പുകേട് കൊണ്ട് സംഭവിച്ചതാണ് എന്നൊരു തരത്തിലേക്ക് വ്യാഖ്യാനിക്കപ്പെടാവുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. എന്നിരുന്നാലും ഈ രാഹുലിന്റെ അമ്മ പറഞ്ഞതനുസരിച്ച് ആദ്യം അവർ നമ്മളോട് തന്നെ പറയുമ്പോൾ ആദ്യം അവർ പറഞ്ഞത് അവൻ പുറത്തേക്ക് പോയി എന്നാണ് പറയുന്നത്. പുറത്തേക്ക് പോയി എന്നത് സ്പെസിഫിക് ആയിട്ട് എവിടെയാണ് പോയതെന്ന് ചോദിച്ചപ്പോൾ അവൻ കോഴിക്കോട് ജില്ല വിട്ടിട്ടില്ല എന്നാണ് രാഹുലിന്റെ അമ്മ ആ സമയത്ത് നമ്മളോട് പ്രതികരിച്ചത്. എന്നാൽ അതിനുശേഷമാണ് ഉച്ചയ്ക്ക് നമ്മൾ ഈ പെൺകുട്ടിയുടെ വീട്ടിലെത്തി അമ്മയോട് സംസാരിച്ചപ്പോഴാണ് അമ്മ ഇങ്ങനെ പറഞ്ഞത് ബാംഗ്ലൂർ വഴി സിംഗപ്പൂരേക്ക് പോയി എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് സാഹചര്യം ഉണ്ടാക്കിയത് ഈ പോലീസിന്റെ ഇത്തരത്തിലുള്ള നിലപാടാണ്. ഈ 307 എന്ന് പറയുന്നത് അതിൽ കൊലപാതക ശ്രമത്തിനുള്ള എല്ലാ സാധ്യതകളും മുന്നിലുണ്ടായിട്ട് പോലും ഒരു പ്രതിയെ, പ്രത്യേകിച്ച് ഒരു ഗാർഹിക പീഡന കേസിലെ പ്രതിയെ ഇത് കോംപ്രമൈസ് ചെയ്തു പോകൂ എന്ന ഒരു തരത്തിലേക്ക് ഈ കേസിനെ കൊണ്ടെത്തിക്കുന്ന ഒരു സാഹചര്യം പോലീസ് ഉണ്ടാക്കി. പോലീസിനെ തന്നെയാണ് ഈ കേസിൽ ഇപ്പോൾ വിമർശനാത്മകമായി കാണേണ്ടുന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ ഇപ്പോഴും വിമർശിക്കപ്പെടുന്ന സാഹചര്യത്തിൽ നിൽക്കുന്നത് പന്തീരങ്കാവ് പോലീസിലെ, പ്രത്യേകിച്ചും പന്തീരങ്കാവ് സ്റ്റേഷൻ പരിധിയിലെ തീർച്ചയായും, കാരണം അതുകൂടി പരിശോധിക്കുന്നതാണ്. കാരണം പോലീസിനെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണമാണ് ഉയർന്നു വന്നത്. MS അനീഷ് കുമാർ കൂടി ചേരുന്നുണ്ട്. അനീഷ്, ഈ പെൺകുട്ടിയുടെ കുടുംബം പ്രധാനമായും ഒരു ഗുരുതരമായിട്ടുള്ള ആരോപണം ഉന്നയിച്ചത് പോലീസിന്റെ ഒരു മെല്ലെപ്പോക്ക്, അത് പ്രതിക്ക് രക്ഷപ്പെടാനുള്ള സാഹചര്യം ഒരുക്കി. അതോടൊപ്പം തന്നെ ഈ പരാതിയുമായി പോലീസിനെ സമീപിച്ചപ്പോൾ അത് ഒത്തുതീർപ്പാക്കാനുള്ള ശ്രമമാണ്, നീക്കമാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്നാണ്. ഈ പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും വിശദീകരണം നൽകുന്നുണ്ടോ? അങ്ങനെ ബോധപൂർവം പ്രതിയെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള ശ്രമം പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടോ അനീഷ്? തീർച്ചയായും പോലീസിന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലൊരു മെല്ലെപ്പോക്ക് നയം ഈ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് വിശദീകരിക്കുന്നത്. കാരണം ഈ പരാതിയുമായി യുവതി പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ തന്നെ ഈ രാഹുലുമായി അടുത്ത് ഇടപഴകുന്ന രീതിയിലായിരുന്നു ആ യുവതിയുടെ ഭാഗത്തു നിന്നും പെരുമാറ്റം ഉണ്ടാകുന്നത്. ഒരു ഘട്ടത്തിൽ ഇരുന്നപ്പോൾ മടിയിൽ കയറി ഇരിക്കുന്ന രീതിയിൽ പോലും കാര്യങ്ങൾ ഉണ്ടായി എന്നാണ് പോലീസ് സ്റ്റേഷനിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം രാഹുലിനൊപ്പം തന്നെ ജീവിക്കണമെന്ന നിലപാടായിരുന്നു ആ ഘട്ടത്തിലും ഈ യുവതി സ്വീകരിച്ചത്. ഇരുവരും തമ്മിൽ വളരെ സൗഹാർദ്ദപരമായാണ് ആ സ്റ്റേഷനിൽ വെച്ച് സംസാരിക്കുകയും ചെയ്ത്. അതുകൊണ്ട് തന്നെ ഇരുവരും തമ്മിലുള്ള ഒരു വാക്കുതർക്കം അല്ലെങ്കിൽ ഒരു വീട്ടിലുണ്ടായ ഒരു കുടുംബത്തിലെ പ്രശ്നം എന്ന രീതിയിലാണ് ആദ്യഘട്ടത്തിൽ ഈ കേസിനെ കണ്ടതെന്നുമാണ് പോലീസിൽ നിന്ന് നമുക്ക് നൽകാൻ ലഭിക്കുന്ന വിവരം. അതുകൊണ്ട് തന്നെ മറ്റ് വിശദാംശങ്ങൾ, ഈ പരിശോധനാ റിപ്പോർട്ട്, മെഡിക്കൽ പരിശോധനാ റിപ്പോർട്ട് അടക്കമുള്ളവ ലഭിച്ച ശേഷം ഈ ഗാർഹിക പീഡന കുറ്റത്തിനപ്പുറം മറ്റ് പ്രശ്നങ്ങളുണ്ടോ എന്നും ഒക്കെ നോക്കിയിട്ട് ശേഷം മാത്രം ഒരു വിശദമായ നടപടിയിലേക്ക് നീങ്ങാം എന്നൊരു രീതിയിലാണ് പോലീസിൻ്റെ ഒരു നിലപാടുണ്ടായത്. ഈ കഴുത്തിൽ കുരുക്കി, കേബിളിൻ്റെ വള്ളി കുരുക്കി കൊല്ലാൻ ശ്രമിച്ചു എന്ന പോലുള്ള കടുത്ത ആരോപണങ്ങൾ ആ ഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല എന്നുമാണ് പോലീസ് വിശദീകരിക്കുന്നത്. പക്ഷേ പിന്നീട് യുവതി നാട്ടിലേക്ക് മടങ്ങിയ ശേഷമാണ് കൂടുതൽ കടുത്ത ആരോപണങ്ങൾ ഉന്നയിക്കുന്നതെന്നുമാണ് അവർ പറയുന്നത്. എന്തായാലും CCTV ദൃശ്യങ്ങളടക്കം പോലീസ് സ്റ്റേഷനിലെ പരിശോധിച്ചാൽ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കും എന്നും പോലീസ് പറയുന്നു. അതുകൊണ്ട് കോടതിയിലടക്കം പോയാലും അല്ലെങ്കിൽ ഉന്നത തലങ്ങളിലെ അന്വേഷണം ഇക്കാര്യത്തിൽ വന്നാലും ഈ പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഇരുവരും സൗഹാർദ്ദപരമായി ഇടപെട്ടു എന്നതിൻ്റെ തെളിവുകൾ ലഭിക്കുമെന്നാണ് അവർ ആത്മവിശ്വാസത്തോടെ പറയുകയും ചെയ്യുന്നത്. എന്തായാലും സംഭവം വലിയ വിവാദമായി മാറി. യുവതിയുടെ മുഖത്തൊക്കെ കാര്യമായി പരുക്കൊണ്ട്, ഏറെ ക്ഷതങ്ങളേറ്റ പാടുകളുണ്ട്. ഇത്തരമൊരു സാഹചര്യത്തിൽ പോലും എന്തുകൊണ്ട് ഇത് വീണ്ടും ഒത്തുതീർപ്പാക്കാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇതിൽ ഒരു അർഹിക്കുന്ന ഗൗരവത്തോടെ നടപടിയെടുത്തില്ല എന്ന ചോദ്യം തന്നെയാണ് പ്രസക്തമാകുന്നത്. എന്തായാലും ആദ്യത്തെ എടുത്ത 2 വകുപ്പ് അപ്പുറം ഈ മർദ്ദിച്ചു അല്ലെങ്കിൽ ഗാർഹികമായ അക്രമം നടത്തിയെന്നതിനപ്പുറം ഈ സ്ത്രീധന നിരോധന നിയമത്തിലെ വകുപ്പുകൾ ഉൾപ്പെടുത്തിയും ഒപ്പം കൊലപാതക ശ്രമത്തിലുള്ള വകുപ്പുകൾ ഉൾപ്പെടുത്തിയും ഇന്നലെ രാത്രിയാണ് പോലീസ് ഈ കൂടുതൽ വകുപ്പുകൾ ഈ കേസിലേക്ക് ചേർത്തത്. എന്തായാലും അത് കഴിഞ്ഞാണ് ഈ രാഹുൽ സ്ഥലത്തു നിന്നും അപ്രത്യക്ഷനായത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പോലീസ് പലവട്ടം രാഹുലിന്റെ മൊബൈൽ നമ്പറിലേക്ക് വിളിച്ചു നോക്കി, വീട്ടിൽ എത്തി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ രാഹുൽ ആ സമയത്ത് അവിടില്ല. ഇന്ന് രാഹുലിന്റെ അമ്മയോട് നമ്മൾ ഇക്കാര്യം ചോദിച്ചപ്പോൾ കോഴിക്കോട് നഗരത്തിൽ തന്നെയുണ്ട്, വിദേശത്തേക്കൊന്നും രാഹുൽ പോയിട്ടില്ല, ഈ കേസുമായി ബന്ധപ്പെട്ട് പൂർണ്ണമായും നിരപരാധിയാണ്, കൈകൊണ്ട് ഒരു അടി നൽകിയത് ഒഴിവാക്കിയാൽ
മറ്റ് ആരോപണങ്ങളൊക്കെ അടിസ്ഥാനരഹിതമാണ്. ബെൽറ്റ് കൊണ്ട് അടിക്കുകയോ അല്ലെങ്കിൽ ഈ മൊബൈലിൻ്റെ ചാർജർ കേബിൾ കൊണ്ട് കൊല്ലാൻ ശ്രമിക്കുകയോ ഒന്നും ഉണ്ടായിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ അടിച്ചു എന്നത് തെറ്റാണ്. ആ തെറ്റ് തങ്ങൾക്കറിയാൻ കഴിഞ്ഞിരുന്നില്ല. പിന്നീട് പെൺകുട്ടി പറയുമ്പോൾ അല്ലെങ്കിൽ യുവതി പറയുമ്പോൾ മാത്രമാണ് ഈ അടിയെക്കുറിച്ച് അറിഞ്ഞതെന്നൊക്കെ പറയുന്നു. എന്തായാലും അതൊന്നും പൂർണ്ണമായും മുഖവിലേക്ക് എടുക്കാൻ കഴിയാത്തൊരു സാഹചര്യം. കാരണം സമാനതകളില്ലാത്ത ഒരു പീഡനത്തിന് തന്നെ തീർച്ചയായും. കാരണം അത്തരം ചില ന്യായീകരണങ്ങളുമായി ഈ കുടുംബം, രാഹുലിന്റെ അമ്മയും സഹോദരിയും രംഗത്തെത്തിയിട്ടുണ്ട്. ഇതോടൊപ്പം ആ പെൺകുട്ടിയെ അവർ ക്രൂരമായി വേട്ടയാടിയെന്ന് മാത്രമല്ല, അതിനുശേഷവും അധിക്ഷേപം തുടരുന്നു. പൊതുമധ്യത്തിൽ ആക്ഷേപിക്കുന്ന രീതിയിലുള്ള പ്രതികരണങ്ങളാണ് കുടുംബത്തിന്റെ ഭാഗത്ത്, രാഹുലിന്റെ കുടുംബത്തിന്റെ ഭാഗത്ത് നിന്ന്, അമ്മയുടെ ഭാഗത്തു നിന്ന് പുറത്തു വന്നത്. പെൺകുട്ടിക്ക് 3 കാമുകന്മാർ ഉണ്ടായിരുന്നുവെന്നും വീട്ടിൽ നിന്ന് എല്ലാവരെയും ഇറക്കിവിടാൻ യുവതി ശ്രമിച്ചു എന്ന രീതിയിലുള്ള വളരെ മോശപ്പെട്ട രീതിയിലുള്ള പ്രതികരണമാണ് അമ്മയുടെ ഭാഗത്തു നിന്നുണ്ടായത്. യുവതിയെ ബെൽറ്റ് കൊണ്ട് അടിച്ചിട്ടില്ലെന്നും രാഹുലിന്റെ ആദ്യ വിവാഹം കഴിഞ്ഞെന്നും പ്രതിയുടെ അമ്മ തുറന്നു പറയുന്നുണ്ട്. അവരുടെ സത്യമായിട്ട് ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. ഇത് വെളുപ്പിന് നടക്കുന്ന സംഭവമാണ്. ഞങ്ങളൊക്കെ ഉറങ്ങിപ്പോയിരുന്നു. ഇവർ നേരത്തെ ആദ്യം ഒരു കല്യാണ പാർട്ടിക്ക് അന്ന് രാത്രി പോയതിന് തിരിച്ച് വന്നതിന് ശേഷം ഒരു ബീച്ചിലും പോയിട്ട് ഇത് പുലർച്ചെ 3 മണിക്കോ 4 മണിക്കോ അങ്ങോട്ട് നടക്കുന്ന സംഭവം. 2 മണിക്കാണെന്ന് തോന്നുന്നു. എത്ര കൃത്യമായിട്ട് ടൈമൊന്നും നമുക്കറിയില്ല. ഇവർ പറയുന്നത് നമുക്കറിയുള്ളൂ. അപ്പോൾ ആ സമയത്ത് അങ്ങോട്ട് നടക്കുന്ന സംഭവമാണിത്. അപ്പോൾ നമ്മളിത് രാവിലെ ഈ ഉച്ചയ്ക്കാണ്, പിറ്റേ ദിവസം ഉച്ചയ്ക്കാണ് നമ്മളിത് അറിയുന്നത്. അവിടെ കാണുമ്പോഴാണ്. അതിന് മുന്നേ പോലെ നമ്മളോട് വന്നിട്ട് ഈ വിവരം പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല. നമ്മളോട് സാധാരണ ഒരു മിംഗ്ലിംഗ് ആയിട്ടുള്ള ഒരാളെ അല്ല അവള്. ഞങ്ങളോട് മിണ്ടാറുമില്ല, ഞങ്ങളോട് സഹകരിക്കാറുമില്ല. വന്ന ദിവസം മുതലേ അങ്ങനെ തന്നെയാണ്. ഇവളെപ്പോഴും ആ റൂമിലാണ്. ഞങ്ങൾ ഇവിടുന്ന് മാറണമെന്നാണ് ഇവനോട് പറഞ്ഞു എന്നുള്ളത് ഞങ്ങളിപ്പോൾ അറിഞ്ഞു. ഈ രാഹുലിനോട് ഇപ്പോൾ ഈ പ്രശ്നം ഉണ്ടായതിനു ശേഷം അവൻ ഞങ്ങളോട് പറഞ്ഞു, അമ്മേനെ ഇവിടുന്ന് ഒഴിവാക്കണം, എന്നെ ഒഴിവാക്കണം, അമ്മമ്മേനെ ഇവിടുന്ന് വിടണം, ഞങ്ങളെല്ലാം ഇവിടുന്ന് മാറ്റണമെന്നായിരുന്നു അവിടെ കണ്ടീഷൻ അവൾ പറഞ്ഞിരുന്നു എന്ന് ഞങ്ങൾ അറിഞ്ഞു. മദ്യപിക്കാറുണ്ട് അവൾ മദ്യപിക്കാറുണ്ട്. അവർ രണ്ടുപേരും കല്യാണ പാർട്ടിയിൽ നിന്ന് മദ്യപിച്ചിട്ട് അവിടെ വന്നത്. പിന്നീട് ബീച്ചിൽ പോയിട്ട് ശേഷം ഇവിടെ വന്നതിന് ശേഷമാണ് ഈ ഫോൺ കോൾ ആണ് പിന്നെ സ്റ്റാർട്ടിങ്. MS അനീഷ് കുമാറിലേക്ക് വീണ്ടും. അനീഷ്, എന്തായാലും പ്രതിക്കൂട്ടിലായി എന്ന് ഉറപ്പ് വന്നതിന്റെ അടിസ്ഥാനത്തിൽ നടത്തുന്ന ഒരു കെട്ടുകഥകളായിട്ട് തന്നെ ഇതിനെയൊക്കെ കാണണോ? കാരണം ഈ യുവതിയെ അധിക്ഷേപിച്ചുള്ള പ്രതികരണമാണ് ഈ പ്രതിയായ രാഹുലിന്റെ അമ്മയുടെയും സഹോദരിയുടെയും ഭാഗത്തുനിന്ന് ഉണ്ടായത്. മാത്രമല്ല, നിലവിൽ രാഹുലിനെതിരെ മാത്രമാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഈ അമ്മയും സഹോദരിയും അധിക്ഷേപിച്ചു. ഇവരുടെ ചിത്രം, അതായത് ബിയർ കുടിക്കുന്നതും സിഗരറ്റ് വലിക്കുന്നതുമായിട്ടുള്ള ചിത്രങ്ങളൊക്കെ പകർത്തി അങ്ങനെ രാഹുലിനെ കൊണ്ട് ഈ യുവതിയെ മർദ്ദിക്കാനൊക്കെ പ്രേരിപ്പിച്ചത് അമ്മയും സഹോദരിയും എന്നൊക്കെ കുടുംബം ഇന്നലെ തന്നെ തുറന്നു പറഞ്ഞിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഇവർക്കെതിരെയും ഈ കുടുംബത്തിനെതിരെയും അമ്മയ്ക്കും സഹോദരിക്കുമെതിരെയും കേസെടുക്കാനുള്ള നടപടികൾ സ്വീകരിക്കാനുള്ള സാധ്യതയുണ്ടോ അനീഷ്? നമുക്ക് തീർച്ചയായും ഈ യുവതിയുടെ മൊഴി പരിശോധിച്ച ശേഷം അതിൽ എന്തൊക്കെ വിഷയങ്ങൾക്ക് പരാമർശ വിധേയമാവും. കാരണം ഈ പെൺകുട്ടി നേരത്തെ തന്നെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ, നമ്മുടെ മുമ്പിൽ പറഞ്ഞത് ഈ അടച്ചിട്ട മുറിയിൽ അമ്മയുമായി സംസാരിച്ച ശേഷമാണ് തന്നോട് വളരെ ക്രൂരമായ രീതിയിൽ പെരുമാറിയത്. അതുകൊണ്ട് അമ്മയുടെ ഒരു പ്രേരണ ഈ തനിക്ക് നേരെ നടത്തിയ അക്രമങ്ങൾക്ക് പിന്നിലുണ്ടെന്ന് സംശയിക്കുന്നെന്ന് ധ്വനിപ്പിക്കുന്ന രീതിയിലാണ് അവർ പറയുന്നത്. അതുകൊണ്ട് തന്നെ അത്തരമൊരു രീതിയിലേക്ക് അന്വേഷണം മുന്നോട്ട് പോകുന്ന മുറയ്ക്ക് കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. കാരണം പ്രത്യേകിച്ചും പെൺകുട്ടിയുടെ മൊഴിയടക്കം രേഖപ്പെടുത്തിയ ശേഷം അത്തരത്തിൽ കൂടി അന്വേഷണം പോകേണ്ടി വരും. എന്തായാലും ആദ്യ ദിവസങ്ങളിൽ പ്രതികരണത്തിന് തയ്യാറാവാതിരുന്ന രാഹുലിന്റെ കുടുംബം ഇന്ന് കൃത്യമായി തന്നെ വളരെ സമയമെടുത്ത് മാധ്യമങ്ങളോട് കാര്യങ്ങൾ വിശദീകരിക്കുമ്പോൾ ഇന്നലെ കൊലക്കുറ്റമടക്കം ചേർത്ത് അല്ലെങ്കിൽ കൊലപാതക ശ്രമമടക്കമുള്ള വകുപ്പുകൾ ചേർത്ത് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ തന്നെയാവും കഴിഞ്ഞ 2 ദിവസമായി ഒരു വശത്ത് നിന്ന് യുവതിയുടെ കാര്യങ്ങൾ മാത്രം പുറത്തു വരുമ്പോൾ യുവതിയെ ഒരു സ്വഭാവഹത്യ നടത്തുക അല്ലെങ്കിൽ അവരുടെ മോശമായ നടപടിക്രമങ്ങളാണ് ഇത്തരത്തിൽ ഒരു ഈ മർദ്ദനത്തിലേക്ക് നയിച്ചതെന്ന് സ്ഥാപിക്കാനാണ് ശ്രമിക്കുന്നത്. പ്രത്യേകിച്ചും 3 പേരുമായി ഒരേ സമയം ഈ പെൺകുട്ടിക്ക് വിവാഹശേഷവും അടുപ്പമുണ്ടായിരുന്നു എന്ന് വ്യക്തമാക്കുന്നു. ഭർത്താവിനൊപ്പം രാത്രി ഉറങ്ങുമ്പോഴും ഈ മറ്റു ഇടങ്ങളിൽ നിന്നുള്ള ഫോൺ കോളുകൾ, മെസ്സേജുകൾ എന്നിവ വന്നിരുന്നു. ഈ മെസ്സേജുകൾ ഭർത്താവ് കാണുകയും അത് ചോദ്യം ചെയ്യുകയും ഇത്തരത്തിലുള്ള ബന്ധങ്ങൾ അവസാനിപ്പിക്കുകയും വേണമെന്ന് ഈ യുവതിയോട് ആവശ്യപ്പെട്ടെങ്കിലും അതിന് തയ്യാറാവുന്നില്ല. ഇതേ തുടർന്നാണ് ഇത്തരമൊരു സംഘർഷത്തിന് ആസ്പദമായ കാര്യങ്ങൾ ആരംഭിക്കുന്നത്. ഒപ്പം 2 പേരും നന്നായി മദ്യപിക്കുന്നവരാണ്. പ്രത്യേകിച്ചും ഈ യുവതിയും ഈ യുവാവിനൊപ്പം രാഹുലിനൊപ്പം ചേർന്ന് മദ്യപിക്കുന്നു എന്ന ആരോപണം ഈ അമ്മയും മകളും
കാര്യങ്ങളും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. പ്രത്യേകിച്ചും വിവാഹ പാർട്ടിയിലൊക്കെ പങ്കെടുക്കാൻ പോകുമ്പോൾ അവിടെ മദ്യപിക്കുന്ന അല്ലെങ്കിൽ മദ്യപിച്ച് നൃത്തം ചവിട്ടിയ ശേഷമൊക്കെയാണ് ആ വീട്ടിലേക്ക് വരുന്നത്. ഒപ്പം രാഹുൽ സിഗരറ്റ് വലിക്കുമ്പോൾ എപ്പോഴും ഈ യുവതിയും കൂടി സിഗരറ്റ് കയ്യിൽ നിന്നും വാങ്ങി വലിക്കുന്ന ഒരു സാഹചര്യം. ഇത്തരത്തിൽ സിഗരറ്റ് വലിക്കുന്നത് രാഹുലിന് തീരെ ഇഷ്ടമായിരുന്നില്ല. അത് സിഗരറ്റ് വലി നിർത്തണമെന്ന് പറഞ്ഞിട്ട് ഈ യുവതി തയ്യാറാവുന്നില്ല എന്നടക്കമുള്ള ആരോപണങ്ങളൊക്കെ പ്രത്യേകിച്ചും നമുക്ക് കണക്കാക്കിയാൽ തന്നെ മനസ്സിലാവും. 3 തരം ആരോപണങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നു. ഒന്ന്, ഈ മറ്റുള്ളവരുമായുള്ള ബന്ധം, ഈ ഫോൺ ചാറ്റും പോലുള്ള കാര്യങ്ങൾ തുടരുന്നു. 2, മദ്യപാനം. 3, സിഗരറ്റ് വലി. ഈ 3 കാര്യങ്ങളും ഈ യുവതി ചെയ്യുന്നത് രാഹുലിന് ഇഷ്ടമല്ലായിരുന്നു എന്ന രീതിയിൽ തന്നെയാണ് ഇവർ പറയുന്നത്. ഒപ്പം ഈ ആദ്യ വിവാഹം ഉണ്ട്, അത് കോട്ടയം സ്വദേശിനിയായ ഒരു വനിതയാണ് വിവാഹം കഴിക്കുന്നത്. രജിസ്ട്രേഷൻ നടപടികളൊക്കെ കഴിഞ്ഞു ജർമ്മനിക്ക് പോകുന്നതിൻ്റെ ഭാഗമായാണ് ഇത് ചെയ്തതെന്ന് പറയുന്നു. അതിനുശേഷം ബംഗളൂരുവിൽ ഇവർ ഒന്നിച്ച് താമസിക്കുന്നു. ഒന്നിച്ച് താമസിച്ച കാലയളവിന് ശേഷമാണ് വിവാഹ ബന്ധത്തിൽ തുടരേണ്ടതില്ല, അല്ലെങ്കിൽ ഈ ബന്ധം വിവാഹത്തിൽ ചടങ്ങിലേക്ക് പോകേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്ക് ആ യുവതി എത്തുകയും യുവതിയുടെ കുടുംബവുമായി ആശയവിനിമയം നടത്തിയ ശേഷം ആ വിവാഹ ബന്ധത്തിൽ നിന്ന് ഒഴിവാകുകയും ചെയ്യുക. അതിനു മുമ്പ് ഈ ആദ്യ വിവാഹത്തിന് കാരണമായ പെണ്ണുകാഴ്ച നടന്ന അതേ ദിവസം തന്നെയാണ് എറണാകുളത്ത് വെച്ച് ഈ പരാതിക്കാരിയായ യുവതിയെയും രാഹുൽ കണ്ടത്. അന്ന് ഈ രാഹുലിന് ആ പെൺകുട്ടി ഇഷ്ടപ്പെട്ടെങ്കിൽ പോലും അമ്മയ്ക്ക് കൂടുതൽ ഇഷ്ടമായത് രണ്ടാമത്തെ യുവതിയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് കോട്ടയംകാരിയെ വിവാഹം കഴിക്കുകയും ചെയ്തത്. എന്നാൽ ഈ കോട്ടയംകാരിയുമായുള്ള വിവാഹ ബന്ധം ഏതാണ്ട് വേണ്ടെന്ന് തീരുമാനിച്ചതോടെ വളരെ പെട്ടെന്ന് രാഹുലിൻ്റെ കുടുംബം ഈ പറവൂരുകാരിയായ ഇപ്പോഴത്തെ പരാതിക്കാരിയായ യുവതിയുടെ കുടുംബവുമായി ബന്ധപ്പെടുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ രാഹുലിൻ്റെ അമ്മയും സഹോദരിയും പറയുന്ന കഥയനുസരിച്ച് ഈ പെണ്ണ് കാണാൻ പോയ അന്നു മുതൽ ഈ പറവൂർക്കാരിയായ യുവതിക്ക് രാഹുലിനെ വിവാഹം കഴിക്കണമെന്ന് അതിയായ ആഗ്രഹമുണ്ടായിരുന്നു. രാഹുലിൻ്റെ സുഹൃത്തുക്കൾക്കും മറ്റുമൊക്കെ മെസ്സേജ് അയച്ച് തനിക്ക് രാഹുലിനെ വിവാഹം കഴിക്കണമെന്ന് നിരന്തരം ആവശ്യപ്പെടുകയുണ്ടായി. തുടർന്ന് ഈ ആദ്യ വിവാഹം അലസിപ്പോയതോടുകൂടി ഈ യുവതിയുടെ അഭ്യർത്ഥന മാനിച്ച്, അല്ലെങ്കിൽ തനിക്ക് രാഹുലിനെ കൂടിയേ തീരൂ എന്ന അഭ്യർത്ഥന മാനിച്ചാണ് ഇത്തരമൊരു വിവാഹത്തിലേക്ക് തങ്ങൾ തയ്യാറായത് എന്നാണ് ഈ കുടുംബം പറയുന്നത്. അതായത് രാഹുലിൻ്റെ കുടുംബത്തിലേക്ക് യുവതിയുടെ കുടുംബം പലതവണ ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ഈ വിവാഹത്തിന് തയ്യാറായത്. ഒപ്പം ഈ ആദ്യ ബന്ധവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ഈ വിവാഹ രജിസ്ട്രേഷൻ കഴിഞ്ഞത്, ഇവർ ഒന്നിച്ച് താമസിച്ചത്, ഇതേ തുടർന്ന് വിവാഹം മാറ്റിവെച്ചത്, ഇക്കാര്യങ്ങളൊക്കെ ഈ യുവതിക്ക് കൃത്യമായി അറിയാമായിരുന്നു. അതേക്കുറിച്ചുള്ള വിവാഹത്തെക്കുറിച്ചുള്ള ഒരു ചോദ്യങ്ങളും ഇനിമേൽ ഉണ്ടാവില്ല എന്ന് ഉറപ്പ് നൽകിയാണ് പുതിയ വിവാഹ ബന്ധത്തിലേക്ക് കടന്നത് എന്നും പറയുന്നു. ഒപ്പം സഹോദരനടക്കം പറയുന്നത് ഈ പഴയ വിവാഹത്തെക്കുറിച്ചുള്ള കാര്യങ്ങൾ ചോദിച്ചാൽ അത് മാനസികമായൊരു ട്രോമയാണ്, അല്ലെങ്കിൽ തനിക്ക് മാനസികമായി വലിയ ആഘാതം ഉണ്ടാക്കിയ സംഭവമാണ്, അതുകൊണ്ട് അക്കാര്യങ്ങൾ ചോദിക്കരുത് എന്നാണ് രാഹുൽ പറഞ്ഞിരുന്നത്. എന്തായാലും ഈ നിശ്ചയിച്ച വിവാഹം, പഴയ വിവാഹം നടത്തുന്നതിനായി നിശ്ചയിച്ച അതേ തീയതി തന്നെയാണ് ഈ പറവൂർക്കാരിയായ യുവതിയെ രാഹുൽ വിവാഹം കഴിക്കുന്നത് കേട്ടോ. തീർച്ചയായും അതൊക്കെ അനീഷ് കുമാർ സൂചിപ്പിച്ചതുപോലെ മുൻപ് വിവാഹം നടത്തിയ കാര്യങ്ങളടക്കം വിശദമായി പരിശോധിക്കേണ്ടതാണ്. അത് വിവാഹമോചനം നടത്താതെയാണ്, നിയമപരമായി നടത്താതെയാണ് പുതിയ വിവാഹം കഴിച്ചതെങ്കിൽ, ഈ പറവൂരിലെ പെൺകുട്ടി വിവാഹം കഴിച്ചതെങ്കിൽ ആ വിഷയത്തിലും പോലീസിന്റെ ഭാഗത്തുനിന്ന് നടപടി ഉണ്ടാകുന്നതാണ്. എന്തായാലും വനിതാ കമ്മീഷൻ ശക്തമായ ഇടപെടൽ ഈ വിഷയത്തിൽ നടത്തിയിട്ടുണ്ട്. പെൺകുട്ടി ഗുരുതരമായ പീഡനത്തിന് ഇരയായെന്നാണ് കമ്മീഷൻ ലഭിച്ച പരാതിയിൽ വ്യക്തമായതെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി പറഞ്ഞു. പോലീസിൽ നിന്നുണ്ടായ മോശം പെരുമാറ്റവും പരാതിയിലുണ്ട്. ശാരീരിക പീഡനം ഏൽപ്പിക്കാൻ ഭർത്താവിന് അവകാശമുണ്ടെന്ന് കരുതുന്ന പോലീസുകാർ കേരളത്തിനും പോലീസ് സേനയ്ക്കും അപമാനമാണെന്നും പി സതീദേവി വ്യക്തമാക്കി. അത് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് ഈ പീഡനത്തിന്, ഗാർഹിക പീഡനത്തിന് ഇരയായിട്ടുള്ള ആ പെൺകുട്ടിയുടെ പരാതി വനിതാ കമ്മീഷന് ലഭിക്കുന്നത്. പരാതി ലഭ്യമായ ഉടനെ തന്നെ ഈ കൺസേൺഡ് പോലീസ് സ്റ്റേഷനിലെ SHOയെ ഫോണിൽ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 498A പ്രകാരമുള്ള 498A IPC, അതുപോലെ 323 IPC പ്രകാരമുള്ള വകുപ്പുകൾ ചേർത്തുകൊണ്ടാണ് പരാതി രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എനിക്ക് വനിതാ കമ്മീഷന് ലഭ്യമായിട്ടുള്ള പരാതി വായിച്ചു നോക്കിയപ്പോൾ വളരെ ഗുരുതരമായിട്ടുള്ള രൂപത്തിലുള്ള പീഡനത്തിന് ആ പെൺകുട്ടി ഭർതൃഗൃഹത്തിൽ വെച്ച് ഇരയായിട്ടുണ്ടായിരുന്നു എന്ന് വളരെ വ്യക്തമായിട്ടുള്ള രൂപത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല, പോലീസ് സ്റ്റേഷനിൽ പോലീസ് സ്റ്റേഷനിൽ പരാതിയുമായിട്ട് ചെന്നപ്പോ ഉണ്ടായിട്ടുള്ള
പോലീസ് സ്റ്റേഷനിലെ സമീപനത്തെക്കുറിച്ച്, SHOവിന്റെ സമീപനത്തെക്കുറിച്ച് ഉള്ള ആരോപണവും ഈ പരാതിയിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വളരെ ഗുരുതരമായിട്ടുള്ള രൂപത്തിൽ ഈ പെൺകുട്ടിയെ പരിക്കുപറ്റുകയും മദ്യലഹരിയിലാണ് ഈ ഭർത്താവ് ഫോണിന്റെ ചാർജറിന്റെ കേബിൾ കൊണ്ട് കഴുത്ത് മുറുക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ നെറ്റിക്കും മറ്റും കൈകൊണ്ട് കുത്തിയതിന്റെ ഭാഗമായിട്ട് ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വലിയ രൂപത്തിൽ പീഡനമേറ്റിട്ടുള്ള നിലയിലാണ് ആ പെൺകുട്ടിയുടെ ചിത്രം ഞങ്ങൾക്ക് മാധ്യമങ്ങളിലൊക്കെ തന്നെ കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. വനിതാ കമ്മീഷൻ ഇന്നലെ തന്നെ പരാതി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടാണ് വനിതാ കമ്മീഷൻ ശക്തമായ നടപടി പോലീസിന് ഈ അന്വേഷണത്തിൽ വീഴ്ച വരുത്തിയ പോലീസിനെതിരെ ശക്തമായ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവും അതോടൊപ്പം ഡിവൈഎഫ്ഐ ഉൾപ്പെടെയുള്ള യുവജന സംഘടനകളും പോലീസിന്റെ ഭാഗത്ത് വീഴ്ച വരുത്തിയ പോലീസുകാർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യമാണ് ഉന്നയിക്കുന്നത്. ഈ പെൺകുട്ടിക്ക് ക്രൂരമായ ഗാർഹിക പീഡനത്തിന് ഇരയായ പെൺകുട്ടിക്ക് നീതി ഉറപ്പാക്കണം. അത് പോലീസിന് തന്നെയാണ് ഈ വിഷയത്തിൽ ഉത്തരവാദിത്തമുള്ളത്. ഇതോടൊപ്പം ഏറെ